9 മാസം പ്രായമുള്ള ഒരു പെൺകുഞ്ഞ് ഞായറാഴ്ച അവളെ കാണാതായി. പതിവ് പോലെ തന്നെ മാതാപിതാക്കൾ പോലീസിൽ പരാതി നൽകി. ഒടുക്കം പുറത്തു വന്ന വിവരം ഞെട്ടിക്കുന്നതാണ്. പിതാവ് തന്നെ മകളെ കൊന്ന് സെപ്റ്റിക് ടാങ്കിൽ തള്ളുകയായിരുന്നു. എന്തിനാകും അയാൾ ആ ക്രൂരത ചെയ്തത്? അതും ഒന്നും തിരിച്ചറിയാൻ പ്രായമാകാത്ത ഒരു പിഞ്ചു കുഞ്ഞിനോട്. വടക്ക് പടിഞ്ഞാറൻ ഡൽഹിയിലെ മുകുന്ദ്പൂരിലാണ് 9 മാസം പ്രായമായ കുഞ്ഞിനെ സ്വന്തം പിതാവ് തന്നെ കൊലപ്പെടുത്തിയത്. ശനിയാഴ്ച രാത്രിയായിരുന്നു കുട്ടിയെ വീട്ടിൽ നിന്നും കാണാതാകുന്നത്. എല്ലായിടത്തും തെരഞ്ഞിട്ടും കുട്ടിയെ കണ്ടെത്താനാകാതെ വന്നതോടെയാണ് മാതാപിതാക്കൾ പോലീസിൽ പരാതി നൽകുന്നത്. പോലീസിന് മാതാപിതാക്കൾ നൽകിയ വിവരം ഇങ്ങനെയായിരുന്നു. പാൽ വാങ്ങാനായി പുറത്തുപോയ പിതാവ് തിരിച്ചു വന്ന് നോക്കിയപ്പോൾ കാണുന്നത് ബോധരഹിതരായി കിടക്കുന്ന ഭാര്യയെയും മൂത്ത മകളെയുമായിരുന്നു. ഭർത്താവ് ഏറെ നേരം തട്ടി വിളിച്ചപ്പോഴാണ് താൻ ഉണരുന്നതെന്ന് ഭാര്യയും പോലീസിന് മൊഴി നൽകി. എനിക്ക് ബോധം വന്നപ്പോഴാണ് എന്റെ മൂത്ത മകളും അബോധാവസ്ഥയിലായിരുന്നുവെന്ന് താൻ മനസ്സിലാക്കിയതെന്നും അപ്പോൾ ഇളയ മകളെ കാണാനില്ലായിരുന്നുവെന്നുമാണ് അവർ പോലീസിനോട് പറഞ്ഞത്. ഈ കുഞ്ഞിന്റെ അമ്മയാകട്ടെ വീട്ടിൽ നിന്നും അധികമൊന്നും പുറത്തു പോകാത്ത ഒരു സ്ത്രീ കൂടിയാണ്. അതുകൊണ്ട് തന്നെ കുട്ടിയെ തട്ടിക്കൊണ്ടുപോയത് ആരാണെന്നുള്ള സാധ്യതയൊന്നും തനിക്കറിയില്ലെന്നായിരുന്നു അവരുടെ മറുപടി. എന്നാൽ പോലീസിനെ സംശയത്തിലാക്കിയത് പിതാവ് നൽകിയ ചില മറുപടികളാണ്. പിതാവിനെ ചോദ്യം ചെയ്തപ്പോൾ നൽകിയ പരസ്പര വിരുദ്ധമായ മൊഴികളാണ് ഇയാൾക്കുമേൽ അന്വേഷണ സംഘത്തിന് സംശയം ജനിപ്പിക്കാനുണ്ടായ പ്രധാന കാരണം. കൂടുതൽ ചോദ്യം ചെയ്യലിൽ ആ സംശയം ശരിയാവുകയും ചെയ്തു. ആ പിതാവ് തന്നെയായിരുന്നു 9 മാസം പ്രായമുള്ള കുഞ്ഞിന്റെ തിരോധാനത്തിന് പിന്നിൽ. വീട്ടിൽ നിന്ന് പുറത്തു പോകുന്നതിന് മുൻപ് ഭാര്യയ്ക്കും മകൾക്കും ഭക്ഷണത്തിൽ മയക്കുമരുന്ന് കലർത്തി നൽകിയ ശേഷം ഇയാൾ തന്നെയായിരുന്നു സ്വന്തം കുഞ്ഞിനെ കൊണ്ടുപോയി കൊല്ലുന്നതും പിന്നീട് സമീപത്തെ സെപ്റ്റിക് ടാങ്കിൽ തള്ളുന്നതും. കുട്ടിയുടെ മൃതദേഹം കണ്ടെടുത്ത പോലീസ് പിതാവിനെ കസ്റ്റഡിയിലെടുത്ത് കൂടുതൽ ചോദ്യം ചെയ്തു വരികയാണിപ്പോൾ. 9 बजे हमारे पास कॉल आई थी कि बच्ची 9 महीने की बच्ची घर से लापता हो गई और पुलिस प्रशासन आया था। एसएचओ साहब, एसीपी साहब, डीसीपी साहब, क्राइम की टीम पूरी आई थी। पुलिस का पहली बार मैं धन्यवाद करता हूँ, दिल से धन्यवाद करता हूँ कि पुलिस ने मेहनत करी। अब ये पता लगा कि पिता ने पता लग रहा है कि पिता ने ही बच्ची की हत्या करी है और उसे गटर के अंदर डाल दिया गया है और गटर के अंदर बच्ची देखी गई है, उसे निकाल रहे हैं। ये मुगनपुर में और क्या पूरे दिल्ली में, पूरे देश में दिल दिलाने वाली घटना है। इस पर सख्त कार्रवाई होनी चाहिए और इसमें जितने भी लोग मिले हैं, चाहे परिवार का हो, चाहे अड़ोस का हो, चाहे पड़ोस का हो. ഇതാണ് വിഷയത്തിൽ പോലീസ് നൽകിയ വിശദീകരണം. കേസിൽ കൂടുതൽ കുടുംബാംഗങ്ങൾക്ക് പങ്കുണ്ടോ എന്നൊരു സംശയവും ഇപ്പോൾ പോലീസിനുണ്ട്. കൂടുതൽ ചോദ്യം ചെയ്യലിൽ മാത്രമേ അതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ പോലീസിന് ലഭിക്കൂ. മകൻ പുറത്തു പോകുന്നതുവരെ കുഞ്ഞ് വീട്ടിലുണ്ടായിരുന്നുവെന്നും പ്രതി പുറത്തു പോയതിനു ശേഷമാണ് കുഞ്ഞിനെ കാണാതായതെന്നും കുട്ടിയുടെ മുത്തച്ഛനും മുത്തശ്ശിയും പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. मेरे को नहीं बेटा कुछ पता, मैं इस घर में सोती रात को मैं 11 बजे आई। 3-4 दिन से मेरी बस बड़ी भाई बेटी है ना, उसको मारा उसने कल सवेरे। तो मैं बोली तेरे हाथ कटेंगे, तू लड़की को ऐसे मारा, तेरी लड़की की बात तो पड़ गई है। मुझे बोला तुम्हारा कोई मतलब नहीं है इसमें बोलने का, मेरा बच्चा मैं कुछ भी करूँ। मैं रोज पीटी के 2-4 बातें घर में और हुई, मैं रोज पीटी के अपने घर में आ गई। मैं काम पे चली गई, मैं पूरे दिन रोई। मैं संगवान से पूछो, मैं पूरे दिन रोई। लड़कियों को माता मेरा करेगा लेकर जाता। मैं तो ऐसी तुम भाग दौड़ कर सुबह सामने सभी से भाग रहे हैं, भूखे प्यासे हमें बुरी लगती। हमारे 3 है और जो दुआई भाई तो मैंने तो नहीं पड़ती, मैं तो मैं मार तोड़ो मैं पाल देते एक आधा को तो कट जाते दुआई काट की साथ पता नहीं इनमें क्या हो गई। मैं बीवी में कुछ बात हो गई होगी, उस बात को तो मुझे पता नहीं। मैं तो उस घर में सो रहा था, ये इसमें सो रहे थे. ഇനി എന്തിനു വേണ്ടിയാണ് ഇയാൾ കുട്ടിയെ കൊന്നത് എന്നതിനടക്കമുള്ള ഉത്തരമാണ് ലഭിക്കേണ്ടത്. പോലീസ് ഇപ്പോൾ സംഭവത്തിൽ വിശദമായ അന്വേഷണവും ചോദ്യം ചെയ്യലും നടത്തുകയാണ്. ഇയാൾക്ക് എങ്ങനെ ഇത്ര നിസ്സാരമായി ഭാര്യയെയും മൂത്ത മകളെയും മയക്കി കിടത്തി കുഞ്ഞിനെ കൊണ്ടുപോയി കൊല്ലാൻ സാധിച്ചു എന്നതിൽ പോലീസ് സംശയം ഉന്നയിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് കുടുംബത്തിലെ മറ്റാർക്കെങ്കിലും ഇതിൽ പങ്കുണ്ടോ എന്നതും കൂടി പോലീസ് അന്വേഷിക്കുന്നത്. വൈകാതെ തന്നെ കൊലപാതകത്തിന് പിന്നിലെ കാരണം കണ്ടെത്താൻ പോലീസിന് സാധിക്കട്ടെ.